കഴിഞ്ഞ ഒക്ടോബറിൽ തളിപ്പറമ്പ് കെ.വി. കോംപ്ലക്സിലുണ്ടായ തീപിടുത്തം കാരണം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലായ വ്യാപാരികൾക്ക് ഇതുവരെ സർക്കാർ സഹായം ലഭിച്ചിട്ടില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. നഷ്ടപരിഹാരത്തിനായി ആവശ്യമായ അപേക്ഷകളും രേഖകളും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് സമയബന്ധിതമായി സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതുവരെ അനുകൂല നടപടി ഉണ്ടായിട്ടില്ലെന്നും നേതാക്കൾ തളിപ്പറമ്പിൽ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. 2025 ഒക്ടോബർ 9-നാണ് തളിപ്പറമ്പ് കെ.വി. കോംപ്ലക്സിൽ വൻ തീപിടുത്തമുണ്ടായത്. കോംപ്ലക്സിലുണ്ടായിരുന്ന 100-ലധികം സ്ഥാപനങ്ങൾ അന്ന് അഗ്നിക്കിരയായി. ലക്ഷക്കണക്കിന് രൂപയുടെ ചരക്കുകളും ഫർണിച്ചറുകളും കൂടി നശിച്ചതോടെ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലായ വ്യാപാരികൾക്ക് ജില്ലാ കമ്മിറ്റിയുടെ ധനസഹായം മാത്രമാണ് ഇതുവരെ ലഭിച്ചത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരമോ പ്രത്യേക സഹായ പാക്കേജോ പ്രഖ്യാപിച്ചിട്ടില്ല. വിവിധ വകുപ്പുകളെയും ജനപ്രതിനിധികളെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാവ് കെ.എസ്. റിയാസ് ആരോപിച്ചു. കണ്ണൂർ ജില്ലാ വ്യാപാരി ഏകോപന സമിതി കമ്മിറ്റി ഇടപെടുകയും അവർ നൽകുന്ന സഹായധനം മാത്രമാണ് നമുക്ക് ലഭിച്ചത്. തീപിടുത്തം മുതൽ ഇന്നലെ വരെ നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള സഹായങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പല അധികൃതരും നമ്മളെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു. നമ്മളതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ സമരത്തിനോ പല ആളുകളും പല രീതിയിൽ പറഞ്ഞെങ്കിൽ പോലും നമ്മളത് ക്ഷമിച്ചു സഹിച്ചു. ആ രീതിയിൽ തന്നെ നമ്മൾ നിരന്തരം അവരാവശ്യപ്പെടുന്ന രേഖകൾ, അവരാവശ്യപ്പെടുന്ന മറ്റു രീതിയിലുള്ള എല്ലാ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് സമർപ്പിച്ചെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം നമ്മൾ ബന്ധപ്പെട്ട് നമുക്ക് ഒരു തരത്തിലും ഇതുവരെ നമുക്കൊരു സഹായധനം ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. ഇനിയും നമുക്കത് ലഭിച്ചിട്ടില്ലെങ്കിലും നമ്മൾ വഴിയാറാകും. കാരണം പുതിയ സർക്കാർ അടിയന്തരമായി നഷ്ടപരിഹാരവും പ്രത്യേക പാക്കേജും അനുവദിക്കണം. അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി നേതാക്കളായ വി താജുദ്ദീൻ, ടി ജയരാജ്, അൽഫ മുസ്തഫ, കെ നാസർ ഹാജി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.